ഇനി 30 ദിവസം കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കും? ഭീകരർക്ക് സുരക്ഷിത താവളമായ ഇന്ത്യക്ക് മേൽ ഭീകരരെ ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യ വരച്ച വരയിലേക്ക് വരുമോ? ചോദ്യങ്ങളേറെയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയൊന്നോണം സിന്ധു നദീജല കരാർ പ്രകാരമുള്ള ജലവിതരണം നിർത്തിവെച്ച ഇന്ത്യയുടെ നടപടിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഡാമുകൾ വറ്റിവരളുകയാണ്. ഇനി പാകിസ്ഥാന്റെ ജലസംഭരണികളിൽ 30 ദിവസത്തേക്കുള്ള വെള്ളമേ ശേഷിക്കുന്നുള്ളൂ. കരാർ നിർത്തിയത് രാജ്യത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന് യുഎന്റെ മുന്നിൽ സമ്മതിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇത് ഇന്ത്യയുടെ തന്ത്രങ്ങൾ ഫലം കാണുന്നു എന്നതിന്റെ സൂചനകളല്ലേ? കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ ഇങ്ങനെ ഒരു ശക്തമായ നടപടി കൈക്കൊണ്ടത്. ആ ശക്തമായ നടപടി എന്ന് പറയുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു. പാകിസ്ഥാന് മേൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഇത് സൃഷ്ടിക്കുമെന്നും ഏറ്റവും വലിയ പ്രഹരമാകുമെന്നും അന്ന് തന്നെ കണക്കുകൂട്ടിയിരുന്നതാണ്. ആ ദുരന്തത്തിലേക്ക് പാകിസ്ഥാൻ അടുക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സിന്ധു നദീജല കരാർ പ്രകാരമുള്ള ജലവിതരണം നിർത്തിവെച്ച ഇന്ത്യയുടെ നടപടിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. ഇനി പാകിസ്ഥാന്റെ ജലസംഭരണികളിൽ ഏതാണ്ട് 30 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന വിവരം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമുകളായ തർബേല, മംഗള എന്നിവ ഏറെക്കുറെ വറ്റിവരണ്ടിരിക്കുന്നു എന്ന വിവരമാണുള്ളത്. പാകിസ്ഥാൻ വരൾച്ചയുടെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഏതാണ്ട് വറ്റിവരണ്ട നിലയിലാണ് പാകിസ്ഥാൻ ഡാമുകൾ. പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ ഏതാണ്ട് 85 മുതൽ 90% ആശ്രയിച്ചിരുന്നത് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യ നൽകിയിരുന്ന വെള്ളത്തെയായിരുന്നു. ഇത് നിലച്ചതോടെ വെട്ടിലായ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുഎന്നിലും പല രാജ്യാന്തര വേദികളിലും പരാതി ഉന്നയിക്കുകയും വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരെ വിളിച്ച് പരിഭവം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം ലഭിച്ചിരിക്കുന്ന ജലമില്ലെങ്കിൽ പാകിസ്ഥാന് അത് വലിയ ക്ഷീണമുണ്ടാക്കും, വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന നേരത്തെയുള്ള വ്യാഖ്യാനങ്ങൾ ഏതാണ്ട് കൃത്യമാകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്താണ് ഈ ഉടമ്പടി? സിന്ധു നദി, അതിന്റെ പോഷക നദികൾ എന്നിവയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ നിയന്ത്രണം ഇന്ത്യയിലായി. 1954 ലോകബാങ്ക് മധ്യസ്ഥത വാഗ്ദാനം ചെയ്തു. 6 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഉടമ്പടിയിലേക്ക് എത്തുന്നത്. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാറിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചു. ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളായ ചെനാബ്, സിന്ധു എന്നിവയിൽ നിന്നുള്ള ജലം പാകിസ്ഥാന് ലഭിച്ചു. കിഴക്കൻ നദികളായ സത്ലജ്, ബിയാസ്, രവി എന്നിവയിൽ നിന്നുള്ള ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു. നിശ്ചിത വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് ജലസേചനം, അനിയന്ത്രിതമായ ജലവൈദ്യുത ഉൽപാദനം, കുടിവെള്ള വിതരണം, നാവിഗേഷൻ എന്നിവയ്ക്ക് ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാമെന്നുമായിരുന്നു ആ കരാർ. ആ കരാറാണ് പാകിസ്ഥാനെ നിലനിർത്തിപ്പോരുന്നത്. അവിടെയാണ് ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ആ ഉടമ്പടിയിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുകയായിരുന്നു. പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ജലലഭ്യത കുറയുന്ന നില വന്നതോടെ പഞ്ചാബിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയെയാണ് നേരിട്ടത്. സാമ്പത്തിക വെല്ലുവിളികൾ രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങും എന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിഷയം യുഎന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. നേരത്തെയും ഇതിനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. യുഎൻ രക്ഷാസമിതിയിൽ വരെ കാര്യങ്ങൾ പാകിസ്ഥാൻ എത്തിച്ചിരുന്നു. കരാർ നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്കും പ്രാദേശിക സ്ഥിരതയ്ക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ പറയുന്നു. ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ ആക്ടിംഗ് സ്ഥിരം പ്രതിനിധി ഉസ്മാൻ ജാദൂൺ ഗ്ലോബൽ വാട്ടർ ബാങ്ക്രപ്സി പോളിസി റൗണ്ട് ടേബിളിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാനഡയിലെ പെർമനന്റ് മിഷനും യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് റൗണ്ട് ടേബിൾ സംഘടിപ്പിച്ചത്. അവിടെയാണ് പാകിസ്ഥാൻ ഈ വിഷയം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്ന് കരാർ ലംഘിക്കപ്പെട്ടുവെന്ന പാകിസ്ഥാൻ പ്രതിനിധി പറഞ്ഞു. ഇന്ത്യ മനഃപൂർവ്വം ജലം ആയുധമായി ഉപയോഗിക്കുന്നു എന്നതാണ് പാകിസ്ഥാന്റെ ആരോപണം. കരാർ നിയമപരമായി ബാധകമാണ്. ഇന്ത്യക്ക് ഏകപക്ഷീയമായി സസ്പെൻഡ് ചെയ്യാനോ പരിഷ്കരിക്കാനോ ഇന്ത്യക്ക് അനുവാദമില്ല എന്ന കാര്യവും പാകിസ്ഥാൻ അവിടെ അറിയിക്കുകയാണ്. അതേസമയം ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പാകിസ്ഥാൻ ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനെതിരായ യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നും ഇതിനിടെ പാകിസ്ഥാൻ സർക്കാർ അഭിപ്രായപ്പെട്ടിരുന്നു. UN രക്ഷാസമിതി, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, ഷാങ്ഹായ് സഹകരണ കൗൺസിൽ തുടങ്ങിയ തലങ്ങളിലെല്ലാം പാകിസ്ഥാൻ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ വെള്ളത്തെ ആയുധവൽക്കരിച്ചു എന്ന് പാകിസ്ഥാൻ ആരോപിച്ചു ഇന്ത്യക്കെതിരെ. എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ സ്വന്തം നയമായി സ്വീകരിക്കുന്നിടത്തോളം കാലം സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ പാകിസ്ഥാൻ ചെലുത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നിലപാടിൽ ഇന്ത്യ യാതൊരു മയപ്പെടുത്തലും നടത്തിയിട്ടില്ല. പക്ഷേ ഇനി 30 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് പാകിസ്ഥാനിൽ അവശേഷിക്കുന്നത്. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. സ്വന്തം പൗരന്മാരെ ആക്രമിക്കാൻ ഭീകരരെ അയക്കുന്ന രാജ്യത്തോട് ഒരു രാജ്യത്തിന് ആ നിലപാട് സ്വീകരിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട് എന്നത് തന്നെയാണ് ഇന്ത്യ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ആ നിലപാടെടുക്കാൻ കാരണം അതാണ്. സാധാരണക്കാരെ വരെ ബാധിക്കുന്ന തരത്തിൽ ജലപ്രതിസന്ധി നേരിടുമ്പോഴെങ്കിലും ഭീകരർക്ക് സംരക്ഷണം നൽകുന്നത് അവസാനിപ്പിച്ച് അത് ഇന്ത്യയെ ബോധ്യപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.